അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ് ഉസ്താദെ, നിങ്ങൾ മുസല്ലയൊക്കെ വരച്ച് നിസ്കരിക്കുകയാണോ? സാധാരണ ക്ലാസ് എടുക്കേണ്ട സമയത്ത് നിങ്ങളെന്താ നിസ്കാരം എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇന്ന് നിസ്കാരത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ കസേരയിലിരുന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ നിസ്കാരപ്പായിൽ മുസല്ലയിൽ ഇരുന്നിട്ടാണ് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നിസ്കാരം കണ്ടും കേട്ടും പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ കേട്ടുപോവലായിരിക്കും. ഇന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. നിസ്കരിക്കുമ്പോൾ പല ആളുകളും കാല് വെക്കുന്ന പൊസിഷൻ പല രൂപത്തിൽ അകത്തി വെക്കും, ചിലപ്പോൾ ചേർത്ത് വെക്കും, ചിലപ്പോൾ ചരിച്ചു വെക്കും. എങ്ങനെയാണ് കൃത്യമായി കാല് വെക്കേണ്ടത് എന്നു തുടങ്ങി നിസ്കാരത്തിൻ്റെ ഫാത്തിഹ, അതുപോലെ സൂറത്തുകൾ, റുക്കൂഇൽ പറയേണ്ടത്, സുജൂദിൽ പറയേണ്ടത്, അത്തഹിയാത്ത് എങ്ങനെ, സ്വലാത്ത് എങ്ങനെ, ദുആ എങ്ങനെ, സലാം വീട്ടേണ്ടത് എങ്ങനെ, എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്ന് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി നമ്മൾ കാണിച്ചു തന്ന പ്രാക്ടിക്കലായാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. എത്ര പേർക്ക് റുക്കൂഇൽ പറയുന്ന ദിക്റിൻ്റെ അർത്ഥം അറിയാം? എത്ര ആളുകൾക്ക് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ പറയുന്ന ദിക്റിൻ്റെ അർത്ഥം അറിയാം? എത്ര പേർക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയാം? വജ്ജഹത്തു, അത്തഹിയാത്ത്, അതിൽ പറയുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, നിസ്കാരത്തിൽ പറയുന്ന A to Z കാര്യങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ പോവുകയാണ്. ചില യുവാക്കൾക്കും യുവതികൾക്കുമൊക്കെ നിസ്കരിക്കാൻ അറിയാം, നിസ്കാരത്തിൻ്റെ റക്അത്തും കാര്യങ്ങളൊക്കെ അറിയാം, നിസ്കാരത്തിൽ ഓതേണ്ടതും അറിയാം. പക്ഷെ ചില സംശയങ്ങളുണ്ടാകും. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ആണോ, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ആണോ? സംശയം വന്നു. ആരോടാണ് ചോദിക്കുക? ആരോടെങ്കിലും ചോദിച്ചാൽ ഒന്ന് പോടാവേ, അതൊക്കെ മദ്രസയിൽ പോയി പഠിക്കേണ്ടതല്ലേ, അതൊന്നും തിരിയാതെയാണോ ഇത്രയും കാലം നീ നിസ്കരിച്ചത് എന്നുള്ള പരിഹാസമായിരിക്കും. അതുകൊണ്ട് ആരോട് ചോദിച്ചു പഠിക്കുമെന്നറിയില്ല. അതുകൊണ്ട് പലരും ഇതുപോലെ നിസ്കാരത്തിലുള്ള സംശയങ്ങൾ ആരോടൊന്നും പറയാറില്ല, ചോദിക്കാറുമില്ല, മനസ്സിലാക്കാറുമില്ല. ഇനി അതിനൊക്കെ ഒരു വിരാമം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കേട്ടാൽ ഏതൊക്കെ പ്രവർത്തനത്തിൽ ഏതൊക്കെ ദിക്ർ, ഏതൊക്കെ ദുആയാണ് പറയേണ്ടത് അത് അർത്ഥസഹിതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. നിസ്കാരം അറിയുന്നവർക്കും നിസ്കാരം അറിയാത്തവർക്കും നിസ്കരിക്കാൻ അറിയാം, പക്ഷേ ഈ പറയുന്ന നിസ്കാരത്തിലുള്ള ദിക്റുകളുടെ ദുആകളുടെ ഒന്നും അർത്ഥം അറിയാത്തവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്, നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും ഇന്നത്തോടെ തീരണം ഇൻഷാ അല്ലാഹ്. അതിനാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് മരണം വരെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അർത്ഥസഹിതം പഠിക്കാൻ പോവുകയാണ്. ഇമാമും ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ, പള്ളിയിലൊക്കെ കൂട്ടത്തിൽ എല്ലാവരോടും കൂടി നിസ്കരിക്കുന്ന സമയത്ത് വെറുതെ അങ്ങോട്ട് നിസ്കരിച്ചു പോകും. ഇനിയിപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന, പറയുന്ന ആയത്തുകൾ, അതുപോലെ ദിക്റുകൾ, ദുആകൾ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രവൃത്തിയിലും എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ മറ്റുള്ളവരോട് ചോദിക്കാൻ നാണം എന്ന് പറഞ്ഞാൽ അത് അഭിമാന പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. പലർക്കും അർത്ഥം അറിയില്ലായിരിക്കും. അർത്ഥം മാറ്റിവെച്ചാൽ ഈ ചൊല്ലുന്ന കാര്യങ്ങൾ പലതും അത് കൃത്യമായി എവിടെയാണ്, എന്താണ് ചൊല്ലേണ്ടതെന്ന് പലർക്കും അറിയില്ല. ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ ഇതൊന്നും അറിയാതെയാണോ ഇത്രയും കാലം നിസ്കരിച്ചത്, അല്ലെങ്കിൽ കാർന്നോമാരൊക്കെ അതൊക്കെ മദ്രസയിൽ പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഞങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ആരോട് ചോദിച്ചു പഠിക്കുമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അർത്ഥമറിഞ്ഞിട്ട് നിസ്കരിക്കണമെന്നല്ലേ, അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതണമെന്നല്ലേ. എത്ര പേർക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയാം?
നമുക്കിപ്പോൾ മീൻകറി വെക്കാൻ അറിയാം, ഇറച്ചിക്കറി വെക്കാൻ അറിയാം, മന്തി വെക്കാൻ അറിയാം, മജ്ബൂസ് എല്ലാം അറിയാം. പക്ഷേ നിസ്കാരത്തെ നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ആ നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയുടെ അർത്ഥം അതൊന്ന് പഠിക്കാൻ പലർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കൊണ്ട് നിസ്കാരത്തിൻ്റെ എല്ലാ സമയത്തും നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഔറാദുകളുടെ ആ തസ്ബീഹാത്തുകളുടെയൊക്കെ അർത്ഥസഹിതം ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാം. നേരെ തന്നെ നമ്മൾ നിസ്കരിക്കുകയല്ല, അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സൊഫ് ക്ലിയർ ആക്കി നിസ്കരിക്കണമെന്നാണ്. സൊഫ് ക്ലിയർ ആയി നിൽക്കണം. അതിന് നമ്മുടെ ഇപ്പം എൻ്റെ വലത് ഒരാളുണ്ട്, ഇടതു ഭാഗത്ത് ഒരാളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സൊഫ് നിൽക്കേണ്ടത്? എൻ്റെ ഈ തോളുണ്ടല്ലോ, തോള് അയാളുടെ തോളിനോട് ചേർന്ന് നിൽക്കണമെന്നാണ്. അതായത് മുട്ടി നിൽക്കണം. ചില ആൾക്കാർ ഒരുപാട് അകൽച്ച ഉണ്ടാകും, അതുണ്ടാവാൻ പാടില്ല. നമ്മുടെ തോളുകൾ തമ്മിൽ ചേർന്ന് നിൽക്കണമെന്നാണ്. സ്വഹാബിമാർ അങ്ങനെയായിരുന്നു, തോളോട് തോൾ അവർ ചേർന്ന് നിൽക്കുമായിരുന്നു എന്നാണ്. അതാണ് സൊഫിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. എന്നിട്ടോ ഈ കാലിൻ്റെ പുറകുഭാഗം, ഈ മടമ്പ് കാല്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ രൂപത്തിൽ വരണം. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്ന ആളുകളുടെ ഈ മടമ്പ് കാല് എല്ലാം, കാലിൻ്റെ പുറകുഭാഗം എല്ലാം ഒരേ രൂപത്തിലായിരിക്കണം. അതാണ് സൊഫിൽ നിൽക്കേണ്ട യഥാർത്ഥ രൂപം. നിന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ആണാവട്ടെ പെണ്ണാവട്ടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്. ചില ആൾക്കാർ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കാലിങ്ങനെ അകത്തി വെച്ച് നിൽക്കും. അങ്ങനെയല്ല. ചില ആൾക്കാർ കാലിങ്ങനെ ചേർത്ത് വെക്കും. അങ്ങനെയുമല്ല. ചില ആൾക്കാർ കാലിങ്ങനെ ഇങ്ങനെ വളച്ചു വെക്കും. അങ്ങനെയുമല്ല. കാലിങ്ങനെ നേരെ ഖിബിലയിലേക്ക് നേരെ, ഇങ്ങനെ കൂടുതലാവരുത്, ഇങ്ങനെ ചേർത്തും വെക്കരുത്. ഈ ഒരു കൈപ്പത്തിയുടെ വീതി മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെയും ആവരുത്. ഒരു മീഡിയം ലെവലിലായിരിക്കണം നമ്മുടെ കാല് വെക്കേണ്ടത്. അപ്പോൾ കാലെങ്ങനെ വെച്ചു, നമ്മൾ സ്റ്റഡി പടിയായി നിന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്, നമ്മൾ നേരെ നിൽക്കുക. എന്നിട്ട് പിന്നെ നമ്മളെന്താണ്? അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ മുമ്പിൽ എൻ്റെ പടച്ചോനുണ്ട്. ആ ഒരു മനസാന്നിധ്യത്തോടെ നിൽക്കണം. ഓടി വന്നല്ല നിസ്കരിക്കാൻ വരുമ്പോൾ, സഫിലേക്കൊക്കെ വരുമ്പോൾ, പള്ളിയിലൊക്കെ ഉതു കൊടുത്തിട്ട് സാവകാശം വന്നാൽ മതി. ചിലപ്പോൾ ഓടി വന്നിട്ട് ഭയങ്കര കിതപ്പാണ്. അങ്ങനെയല്ല. പിന്നെ ഈ മഗ്രിബിൻ്റെ ടൈം നിസ്കരിക്കാതെ വെച്ചിട്ട് ഇശാ ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുമ്പ് പോയി നിസ്കരിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ വേർക്കും. അങ്ങനെയല്ല. അപ്പോൾ എന്താണ്? കൃത്യമായ സമയത്തായിരിക്കണം. സാവകാശം പള്ളിയിലേക്ക് വന്നാൽ മതി. അതുപോലെ തന്നെ ഉമ്മമാർ വീട്ടിലേക്ക് ഉതു കൊടുത്തിട്ട് സാവകാശം വന്ന് നിന്നാൽ മതി. അങ്ങനെ വന്നു നിന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ ഉമ്മമാരൊക്കെ ഒറ്റക്കായിരിക്കും നിസ്കരിക്കുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് മുമ്പിലുണ്ട്, നമ്മൾ മഅ്മൂമായി നിൽക്കുന്നു. മുഅദ്ദിൻ ഉസ്താദ് ഇക്കാമത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇമാമ് കൈകെട്ടുമ്പോൾ അല്ലാഹു അക്ബർ നിയത്ത് വെച്ച് കൈകെട്ടുമ്പോൾ നമ്മളും കൈകെട്ടുക. അതാണ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ ബാങ്കൊക്കെ വിളിച്ചു, ഇപ്പോൾ ളുഹ്ർ ബാങ്ക് വിളിച്ചു, നിസ്കാരമൊക്കെ പള്ളിയിൽ കഴിഞ്ഞു, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് താമസിച്ചാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഉമ്മമാർ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലോ വീട്ടിലോ പുരുഷന്മാരാണെങ്കിൽ ചെറിയ ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. ചെറിയ ശബ്ദത്തിൽ അവിടെ നിന്നിട്ട് കൈ നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെച്ചാൽ നല്ലത്, സുന്നത്താണ്. വെച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുശേഷം ബാങ്കിൻ്റെ ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ, ആ ദുആ പറയുക. ഈ ബാങ്ക് വിളിക്കലാണ്. ഈ ബാങ്ക് വിളി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പുരുഷന്മാരാണ് ബാങ്ക് വിളിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ ഒരു കാരണവശാലും ബാങ്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവർക്കുള്ള ബാങ്ക് പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞു. അവർ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്താൽ മതി. എങ്ങനെ ഇഖാമത്ത് കൊടുക്കുന്നത്? നമ്മൾ നിന്നു, എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തി സ്വലാത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇഖാമത്ത്.
ഇക്കാമത്ത് ഞാൻ ഓടിച്ച് പറയുകയാണ്, കാരണം നമുക്കൊക്കെ അറിയാമായിരിക്കും. ഇനി ഇല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇക്കാമത്ത് അതാണ്. ഉസ്താദേ, ഞങ്ങൾ ഇത്രയും നാൾ നിസ്കരിച്ചപ്പോൾ ഇക്കാമത്ത് കൊടുത്തില്ല, ഞങ്ങളുടെ നിസ്കാരം ശരിയാകോ? ഒരു കുഴപ്പമില്ല, നിസ്കാരം ശരിയാകും. നിസ്കരിക്കുമ്പോൾ ഇനി തൊട്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പെണ്ണുങ്ങൾ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ഇക്കാമത്ത് കൊടുക്കൽ സുന്നത്താണ്. പെണ്ണുങ്ങൾക്ക് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുരുഷന്മാർ പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അവർക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ്. പള്ളിയിൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ മുഅദ്ദിൻ ഉസ്താദ് ഇക്കാമത്ത് കൊടുത്തോളും. അവിടെ നമ്മൾ ഇക്കാമത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചാൽ മതി. അപ്പോൾ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അപ്പം ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദേ ഈ ബാങ്കും ഇക്കാമത്തും അതിൻ്റെയൊക്കെ അർത്ഥം കൂടി ഒന്ന് പറയോ? പിന്നെ ഈ വുളു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വുളുയിൽ നമ്മൾ പറയുന്ന ദുആയും ദിക്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം, പിന്നെ വുളു ഒക്കെ പ്രാക്ടിക്കലാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അർത്ഥമൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ വീഡിയോ ആണ്. ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കലാണ്. അപ്പോൾ ആദ്യം എന്താണ്? നിയ്യത്ത് പറയലാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ളുഹ്ർ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റക്അത്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത് പ്രാക്ടിക്കലാക്കി. പിന്നെ ബാക്കി നമുക്കറിയാമല്ലോ. അപ്പോൾ ളുഹ്ർ നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുന്നത്? നമ്മൾ നിന്നു, ഇനി നിയ്യത്ത് വെക്കലാണ്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കുന്നത്? ഉസല്ലി ഫർള ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് അറബിയിൽ പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ളുഹ്ർ നമസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് നിയ്യത്ത്. ഈ നിയ്യത്ത് ആരാ വെക്കേണ്ടത്? വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കായിരിക്കുമല്ലോ നിസ്കരിക്കുക ഭൂരിഭാഗം സമയം. ആ സമയത്ത് അവർ ഈ നിയ്യത്ത് വെക്കുക. പിന്നെ പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന്മാരുണ്ടാകുമല്ലോ, അവരും ഈ നിയ്യത്ത് വെക്കുക. ഇനി ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമീങ്ങൾ, നമ്മൾ പുറകെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ്? ഈ പള്ളിയിൽ മാത്രമല്ല വീട്ടിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ മഅ്മൂമീങ്ങളാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി ഫർള ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി മഅൽ ഇമാമി. അങ്ങനെ ഒരു വാക്ക് വേണം, മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല. അതിൻ്റെ അർത്ഥം എന്താണ്? 4 റക്അത്ത് ളുഹ്ർ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി ഇമാമാണെങ്കിലോ, ഒരാൾ ഞാനിപ്പോൾ ഇമാമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, അവരാരെങ്കിലും വീട്ടിൽ ഇമാമായി നിൽക്കുകയാണ്. ഇമാമായി നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുസല്ലി ഫർള ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ഇമാമൻ. എങ്ങനെ? ഇമാമൻ അദാഅൻ ലില്ലാഹി തആല. അതായത് 4 റക്അത്ത് ളുഹ്ർ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു, അദാ ആയി ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ നിയ്യത്തിൻ്റെ വചനങ്ങളുണ്ടല്ലോ, വാക്കുകൾ, അത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓരോ ആളുകളും മദ്രസയിൽ പഠിച്ചത് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും നിയ്യത്ത്, അതങ്ങനെ മാറ്റി പറയാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? 4 റക്അത്ത് ളുഹ്ർ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി നിസ്കരിക്കുന്നു, അല്ലേ? ചില ആൾക്കാർ നിയ്യത്ത് ഫർളാക്കപ്പെട്ട ളുഹ്ർ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ആയാൽ മതി. ആ നിയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നാൽ മതി. ഫർളാണെന്നുള്ള ആ ഒരു വചനം വരണം, ഖിബ്ലക്ക് മുന്നിട്ട്, പിന്നെ അദാ ആണോ ഖളാ ആണോ അത്, പിന്നെ അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു, ആ ഒരു വചനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിയ്യത്ത് വെക്കുമ്പോൾ ഇപ്പോൾ അറബിയിൽ പറയാൻ പറ്റുന്നവർ അറബിയിൽ പറയുക, മലയാളത്തിൽ പറയാൻ പറ്റുന്നവർ മലയാളത്തിൽ പറയുക, രണ്ടും അറിയാവുന്നവർ രണ്ടും പറയുക. നിയ്യത്ത് അറബിയിൽ അറിയില്ല ഉസ്താദ്, ഞങ്ങൾ ഇത്രയും നാളും മലയാളത്തിലാണ് ആയിക്കോട്ടെ, മലയാളത്തിൽ മതി, അറബിയിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിയ്യത്തായാൽ മതി. നിയ്യത്ത് എങ്ങനെയാവണം? മനസ്സിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ നാവ് കൊണ്ട് പറയണം. ഉറക്കെ 4 റക്അത്ത് അങ്ങനെയൊന്നുമല്ല, മതിയെ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ 4 റക്അത്ത് അല്ലാഹു തആല, ആ ഒരു രൂപത്തിൽ നാവ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മൊഴിയുക, ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ നിയ്യത്തായില്ലേ? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഫർള് തക്ബീറത്തുൽ ഇഹ്റാം. ഇനി നമ്മൾ കൈകെട്ടുന്നു. കൈകെട്ടുന്ന നല്ല രസമോ കൈകെട്ടണ കാണാം, അല്ലേ? എങ്ങനെയാ? പല ആൾക്കാരും പല രൂപത്തിലാണ് കൈകെട്ടുന്നത്. യഥാർത്ഥ രൂപം എങ്ങനെയാണ്? നമ്മൾ നിയ്യത്ത് വെച്ചു, അല്ലാഹു അക്ബർ, ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാം. എന്നാൽ ചില ആളുകൾ അല്ലാഹു അക്ബർ കൈയൊക്കെ ഇങ്ങനെ മേലേക്ക് പോകും. അങ്ങനെ ആവരുത്. ചില ആൾക്കാർ സ്പീഡിൽ അല്ലാഹു അക്ബർ, അങ്ങനെ ആവരുത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ, ഈ നമ്മുടെ ഈ വിരൽ, ഈ കൈയിൻ്റെ വിരൽ നമ്മുടെ ഈ ചെവിയുടെ അവിടെ തട്ടുന്ന രൂപം, ആ ഒരു തട്ടണമെന്നല്ല, ആ ഒരു ഹൈറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന രൂപമാവുക. അല്ലാഹു അക്ബർ,
അങ്ങനെ വെക്കുക. ഇനി ഇങ്ങനെ കെട്ടുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഇതാണ് ഈ കയ്യിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനാണ് മണികണ്ഠം എന്ന് പറയുക. മണികണ്ഠം അവിടെ നമ്മുടെ ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ 3 വിരൽ ഇവിടെ. അപ്പോൾ അല്ലാഹു അക്ബർ ദേ കണ്ടോ, ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ, മനസ്സിലായില്ലേ? പിന്നെ അല്ലാഹു എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? കൈ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ, അങ്ങനെ അത്രയും അങ്ങനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു മീഡിയം ലെവൽ അല്ലാഹു അക്ബർ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ തക്ബീർ കെട്ടുമ്പോൾ ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നില്ല. ഇമാമ് മാത്രം ഉറക്കെ പറഞ്ഞാൽ മതി. ബാക്കി വീട്ടിൽ സ്ത്രീകളൊക്കെ നിസ്കരിക്കുമ്പോൾ അവർ, വീട്ടിൽ സ്ത്രീകളെന്നല്ല, ഇപ്പോൾ നമ്മൾ ഒറ്റക്ക് പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിലും ആ ഒരു പതിയെ നമ്മൾ തക്ബീർ പറഞ്ഞാൽ മതി. ഉറക്കെ അല്ലാഹു അക്ബർ അങ്ങനെ പറയണമെന്നില്ല കേട്ടോ. അങ്ങനെ ഉറക്കെ നമുക്ക് തക്ബീർ പറയാം. ഏതിൽ? പെരുന്നാൾ നിസ്കാരത്തിൽ മാത്രം. കൂടുതൽ ഇങ്ങനെ നീട്ടി പറയുന്നില്ല, ഇൻഷാ അല്ലാ അതൊക്കെ മറ്റൊരു അവസരത്തിൽ പറയാം. നീട്ടി പറഞ്ഞ് നമ്മുടെ വീഡിയോ ലോങ്ങായി പോകുമെന്ന് ഭയന്നിട്ട് ഇൻഷാ അല്ലാ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കൈ കെട്ടി അല്ലാഹു അക്ബർ, ദേ ഇങ്ങനെ കൈ കെട്ടി അല്ലാഹു അക്ബർ. ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ പറയുന്ന ഒരു വാക്കാണ് അല്ലാഹു അക്ബർ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ നീയാകുന്നു വലിയവൻ, നീയാണ് വലിയവൻ, നിന്നേക്കാൾ വലിയവനായി ഒരാളുമില്ല എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു പുണ്യമായ വാക്കാണ്. ഇനി എന്താണ് അടുത്തത്? വജ്ജഹുതു. വജ്ജഹുതു ഓതലാണ്. എങ്ങനെയാണ് വജ്ജഹുതു ഓതുന്നത്? വജ്ജഹുതു വജ്ഹിയ ലില്ലദി. ഇതൊക്കെ എന്താണ്? നമ്മൾ സുജൂദിലേക്ക് നോക്കി പറയണോട്ടാ. നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴും വജ്ജഹുതു ഓതുമ്പോഴും ഏത് സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? സുജൂദിൻ്റെ സ്ഥലത്താണ് നോക്കേണ്ടത്. ഇപ്പം നിസ്കാരം കാണിച്ചു തരുന്നത് കൊണ്ട് നിങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ വജ്ജഹുതു ഓതുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് വജ്ജഹ്തു. ഈ വജ്ജഹ്തു ഉസ്താദെ ഞങ്ങൾക്ക് ഇത്രയും അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അറിയില്ല എങ്കിൽ ഈ വജ്ജഹ്തു ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടാൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും ചുരുങ്ങിയത് പറയൽ പ്രത്യേകം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും നീണ്ട ഈ ഒരു വജ്ജഹ്തു പറയാൻ ചിലപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വജ്ജഹ്തുവിൻ്റെ ചുരുക്കരൂപം എങ്ങനെയാണ്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. ആ ഒരു രൂപമെങ്കിലും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണ്? വജ്ജഹ്തുവിൻ്റെ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ വജ്ജഹ്തു നമ്മൾ ഓതി. ഇനി വജ്ജഹ്തുവിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വജ്ജഹ്തുവിൻ്റെ അർത്ഥം സ്ക്രീനിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിച്ചാലോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവേ, നിന്റെ നേരെ ഞാനിതാ എൻ്റെ മുഖം തിരിക്കുകയാണ്, എൻ്റെ ശരീരം തിരിക്കുന്നു. ഞാൻ വക്രതയില്ലാത്തവനും അല്ലാഹുവേ നിന്നോട് അനുസരണയുള്ളവനുമാണ്. അല്ലാഹുവേ ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റ് ആരാധനകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ നിനക്ക് അധീനതപ്പെട്ടതാണ്. അല്ലാഹുവേ നിനക്ക് പകരക്കാരായി ആരുമില്ല അല്ലാ, നിനക്ക് പങ്കുകാരായി ആരുമില്ല അല്ലാ. ഇങ്ങനെ ജീവിക്കണമെന്നാണ് എന്നോട് നീ കൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവേ നിന്നോട് ഞാൻ അനുസരണയുള്ളവനാണ്, ഞാൻ അനുസരണയുള്ളവരിൽ പെട്ടവനാണ്. ഇതാണ് വജ്ജഹ്തുവിൻ്റെ മൊത്തത്തിലെ അർത്ഥം. വജ്ജഹ്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഫാത്തിഹ ഓതലാണ്. എങ്ങനെയാ ഫാത്തിഹ? അഊദു ആദ്യം ഓതണം. ഏത് നിസ്കാരത്തിലാണെങ്കിലും ഏത് റക്അത്തിലാണെങ്കിലും അഊദു ഓതിയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് പ്രത്യേകം നല്ലതാണ്. എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇവിടെ ഫാത്തിഹ ഓതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാത്തിഹ ഓതുമ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇപ്പോൾ നമ്മളത് ഫാത്തിഹയിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഫാത്തിഹ അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കിയാലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഫാത്തിഹയുടെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റഹീമായ അല്ലാഹ് നിന്റെ നാമം സ്മരിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുകയാണ്.
ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും. അർ-റഹ്മാനിർ റഹീം, റഹ്മാനായ റഹീമായ അല്ലാഹ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങളെ നീ ചേർക്കേണ്ടത്. നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാഹ്. ഇതാണ് ഫാത്തിഹയുടെ അർത്ഥം. ഇത് ഒരു ഓടിച്ചു പറഞ്ഞ അർത്ഥമാണ്. ഫാത്തിഹയുടെ യഥാർത്ഥ അർത്ഥമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാ അല്ലാഹ്, അതായത് ഒരുപാട് മാസങ്ങളോളം പറഞ്ഞാലും തീരില്ല. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ പള്ളിയിലെ എല്ലാ വ്യാഴാഴ്ചയും അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ തഫ്സീർ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഏകദേശം ഒരു 2 മാസത്തോളമായി സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം വിശദീകരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും 2 മാസം കൊണ്ട് ഏകദേശം 4 ആയത്ത്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലിക്, ഈ 4 ആയത്ത് പോലും പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പോൾ ഫാത്തിഹയുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അതൊക്കെ പറയാം. ഫാത്തിഹയുടെ ഏകദേശ അർത്ഥം മനസ്സിലായല്ലോ. ഈ അർത്ഥം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇനി തൊട്ട് ഫാത്തിഹ ഓതുമ്പോൾ, കേട്ടോ. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, ഇമാമും മഅ്മൂമായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആമീൻ പറയേണ്ടത്? ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പറയേണ്ടത്. ചില ആൾക്കാർ ഇപ്പോൾ ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം, മഗ്രിബ് നിസ്കാരം ഒക്കെ ഉറക്കെ ഇമാം ഓതുന്ന നിസ്കാരമാണല്ലോ. അപ്പോൾ ആ നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് ആമീൻ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മഅ്മൂമീങ്ങളും ആമീൻ പറയേണ്ടത്. ചില ആൾക്കാർ ഇമാമു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അപ്പം തന്നെ പുറകിൽ ആമീൻ, അങ്ങനെയല്ല. ഇമാമ് ആ എന്ന് പറയുമ്പോഴാണ് മഅ്മൂമീൻ, ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ആമീൻ ഒന്നിച്ച് വരണം. അപ്പം മലക്കുകളും ആമീൻ പറയും. അപ്പോൾ 3 പേരുടെയും ആമീൻ ഒരുമിച്ച് വന്നാൽ അല്ലാഹു തആല അത് സ്വീകരിക്കുമെന്നാണ്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ പതിയെ ആമീൻ എന്ന് പറഞ്ഞാൽ മതി. ചില ആൾക്കാർക്കുള്ള ഒരു സംശയം, ഉസ്താദ് ഏതൊക്കെ നിസ്കാരത്തിലാണ് ഉറക്കെ ഓതേണ്ടത്, ഏതൊക്കെ നിസ്കാരത്തിലാണ് പതുക്കെ ഓതേണ്ടത്? ഇപ്പോൾ പകൽ നിസ്കാരങ്ങൾ ളുഹർ, ആസർ, ഇതൊക്കെ നമ്മൾ പകൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഈ 2 നിസ്കാരവും 4 റക്അത്താണ്. 4 റക്അത്തും ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുക എല്ലാവരും പതിയെ ആണ് ഓതേണ്ടത്. ഫാത്തിഹയും സൂറത്തൊക്കെ പതിയെ ഓതുക. ഇനി മഗ്രിബ്, ഇശാ, സുബഹി, ഇത് 3ഉം നമ്മൾ ഏകദേശം, മഗ്രിബൊക്കെ ഏകദേശം ഒരു രാത്രിയുടെ തുടക്കമാണല്ലോ നിസ്കരിക്കുന്നത്, ബാക്കിയൊക്കെ രാത്രിയിലാണ്. അതുകൊണ്ട് രാത്രി നിസ്കാരങ്ങൾ നമുക്ക് ഉറക്കെയാണ് ഓതേണ്ടത്. അപ്പോൾ മഗ്രിബിൻ്റെ ആദ്യത്തെ 2 റക്അത്ത്, ഇശായിൻ്റെ ആദ്യത്തെ 2 റക്അത്ത്, പിന്നെ സുബഹി 2 റക്അത്ത്, ഇതൊക്കെ ഉറക്കെയാണ് നമ്മൾ ഓതേണ്ടത്. ഉറക്കെ ഓതുക എന്ന് പറഞ്ഞാൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതുക. നമ്മൾ ഈ മഗ്രിബും ഇശായും സുബഹിയൊക്കെ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലോ അത് നമ്മൾ ളുഹറൊക്കെ നിസ്കരിക്കുന്നത് പോലെ പതിയെ തന്നെ ഓതിയാൽ മതി, കേട്ടോ. ഇനി നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓതേണ്ടത് സൂറത്താണ്. അറിയാവുന്ന ഏത് സൂറത്തും ഏത് നിസ്കാരത്തിലും ഓതാം. ഇപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഓതുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അത് നമുക്ക് ഓതാം. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അത് ഓതാം, ഏത് സൂറത്തും. പിന്നെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നിസ്കാരത്തിലും ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതലാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് ഒരുപാട് മഹത്തുക്കൾ അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സൂറത്ത് ഏതാണോ അത് നമുക്ക് ഓതാം. ഇനി ഒരാൾക്ക് ഒരു സൂറത്തും അറിയില്ല, ഫാത്തിഹ അല്ലാതെ വേറെ ഒരു സൂറത്തും അറിയില്ല എങ്കിലോ ആ സൂറത്തിന് പകരം അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും പറഞ്ഞാൽ ആ സൂറത്ത് ഓതിയ പ്രതിഫലം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞ് സൂറത്ത് ഓതി, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? റുക്കൂഇലേക്ക് പോകുന്നു. എങ്ങനെയാണ് റുക്കൂഇലേക്ക് പോകേണ്ടത്? അല്ലാഹു അക്ബർ, കണ്ടോ, ഇതാണ് റുക്കൂഅ്. റുക്കൂഅ് നിൽക്കുമ്പോൾ നമ്മുടെ ഈ മുതുകും നമ്മുടെ ഈ തടയുടെ ഭാഗവും അതൊക്കെ ഒരേ ലെവലിൽ വരണമെന്നാണ്. ഇതിങ്ങനെ ഒരേ ലെവലിൽ വരണം. പിന്നെ ചില ആൾക്കാർക്ക് മുട്ടുവേദന, നടുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക. അത് എന്താണ്, റുക്കൂ ആകുമ്പോൾ യഥാർത്ഥ രൂപം ഇങ്ങനെയാണ്. പിന്നെ ചില നടുവേദന, മുട്ടുവേദനയൊക്കെ ആണെങ്കിൽ പറ്റുന്നത് പോലെ നമ്മൾ റുക്കൂ ചെയ്യുക. പിന്നെ എവിടെയാണ് നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, കൈ പിടിക്കേണ്ടത് നമ്മുടെ മുട്ടുണ്ടല്ലോ, ഈ മുട്ടിലായിരിക്കണം ഇങ്ങനെ പിടിക്കേണ്ടത്. ഇവിടെയല്ല പിടിക്കേണ്ടത്. ചില ആൾക്കാർ ഇവിടെ പിടിക്കും, അവിടെയല്ല. നമ്മുടെ ഈ 2 ചിരട്ട ഉണ്ടല്ലോ, മുട്ടിൻ്റെ ചിരട്ട, അവിടെയാണ് നമ്മളിങ്ങനെ
പിടിക്കേണ്ടത്. അതാണ് യഥാർത്ഥ രൂപം. ഇങ്ങനെ മുട്ടിൽ പിടിച്ചിട്ട് നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്താണ് നോക്കേണ്ടത്. അപ്പോൾ എന്താ പറയേണ്ടത്? റുക്കൂഇൽ നമ്മൾ പറയണം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. 3 വട്ടം പറയേണ്ടത് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. മഹാനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. എന്താ പറയേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. മഹാനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത് 3 വട്ടം പറയുക. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഅ്തിദാലിലേക്ക് വരുന്നു. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്താ ഇതിൻ്റെ അർത്ഥം? സമിഅ അല്ലാഹു, അല്ലാഹു തആല കേട്ടിരിക്കുന്നു. ലിമൻ ഹമിദ, സ്തുതിച്ച ഒരുവനെ അല്ലാഹു കേട്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഇഅ്തിദാൽ. ഈ ഇഅ്തിദാൽ എന്താ പറയേണ്ടത്? ഇഅ്തിദാലും റുകൂവും എല്ലാം നമ്മൾ ഈ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് കേട്ടോ നോക്കേണ്ടത്. നമ്മൾ ഇഅ്തിദാലിൽ പറയുന്നു റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. ഒന്നുകൂടി കേൾക്കാം. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ രക്ഷിതാവേ, ആകാശവും ഭൂമിയും പിന്നെയോ അവയ്ക്ക് പുറമെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ, നീ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് നിറയെ അല്ലാഹുവേ നിനക്ക് സ്തുതി, നിനക്കാകുന്നു സർവ്വസ്തുതികളും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പറയേണ്ടത്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. ഇതാണ് ഈ ഇഅ്തിദാലിൽ നമ്മൾ പറയേണ്ടത്. ഇഅ്തിദാലിൽ 1 വട്ടം പറഞ്ഞാൽ മതി കേട്ടോ. ഈ ഇഅ്തിദാലിൽ പറയുന്ന ദിക്റുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഒന്ന് ഓർത്ത്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. ആകാശവും ഭൂമിയും അതിന് പുറമെ എന്തെല്ലാം പടച്ചോനെ നീ ഉദ്ദേശിച്ച കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിനക്കാകുന്നു സ്തുതി, നിനക്കാകുന്നു നന്ദി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരടിമ പറയുന്ന വല്ലാത്തൊരു വാക്കാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതെന്താണ്? ഒരു അടിമ അള്ളാഹുലേക്ക് ലയിച്ചു ചേരുന്ന. ഇതൊക്കെ നമ്മൾ അർത്ഥം അറിഞ്ഞ് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നിസ്കാരത്തിൽ പിന്നെ വേറെ ഒരു ചിന്തയും വരില്ല. അപ്പോൾ നമ്മൾ ഇഅ്തിദാലെത്തി. ഇത് നമ്മൾ നേരെ പോകുന്നത് സുജൂദിലേക്കാണ്. പോയാലോ? അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മളെല്ലാവരും സുജൂദിലാണ് കേട്ടോ ഉള്ളത്. സുജൂദിൽ പറയേണ്ട ദുആ എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അപ്പോൾ സുജൂദിൽ നമ്മൾ കിടന്നു. സുജൂദിൽ നിൽക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൈ വെക്കുക. കൈ എങ്ങനെയാണ് വെക്കേണ്ടത്? പുരുഷന്മാർ സുജൂദിൽ കൈ വെക്കേണ്ട രൂപം, ഈ 2 കൈ ഉണ്ടല്ലോ, അതിങ്ങനെ ഇച്ചിരി അകത്തി വെക്കണം. അതായത് ഇങ്ങനെയൊന്നും വെക്കണ്ട. ഇങ്ങനെ വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇടങ്ങേറാവും. അങ്ങനെ ഇടങ്ങേറാക്കരുത്. പകരം നമ്മൾ ഒരു മീഡിയം ലെവലിൽ അകത്തിയാണ് സുജൂദിൽ കൈ വെക്കേണ്ടത് കേട്ടോ. പിന്നെ സ്ത്രീകളാണെങ്കിൽ ഉമ്മമാർ അവരവരുടെ നെഞ്ചിനോട് ചേർത്ത് വെക്കണമെന്നാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് വെക്കണം. പുരുഷന്മാർ കുറച്ച് അകത്തിയും വെക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ സുജൂദിൽ ഈ നെറ്റിത്തടം, പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗം, പിന്നെ 2 ഈ ഉള്ളംകൈ, ഈ ഉള്ളംകൈ, പിന്നെ നമ്മുടെ കാലിൻ്റെ ആ പുറകുഭാഗം, ഇതൊക്കെ നമ്മൾ സുജൂദിൻ്റെ സ്ഥാനങ്ങളാണ്, അവയവങ്ങളാണ്. അതൊക്കെ നമ്മൾ തറയിൽ മുട്ടിക്കുക. പിന്നെ ഈ സുജൂദിൻ്റെ അവയവങ്ങളിൽ നിർബന്ധമായും നമ്മൾ മുട്ടിച്ചിരിക്കേണ്ടത് എന്താണ്? ഈ നെറ്റി എന്തായാലും ഇവിടെ സുജൂദിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തണം. പിന്നെ ഒരാളിപ്പോൾ തൊപ്പി വെച്ചൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഉമ്മമാർ ഈ മക്കനെ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ഈ നെറ്റി മറയരുത്. ഇങ്ങനെ ആവരുത്. ഇങ്ങനെ നമ്മൾ സുജൂദ് ചെയ്താൽ നമ്മുടെ സുജൂദ് ശരിയാവില്ല. അപ്പോൾ തൊപ്പിയാവട്ടെ, തലപ്പാവാവട്ടെ, നിസ്കാര കുപ്പായമാവട്ടെ, അത് നമ്മുടെ ഈ നെറ്റ് സുജൂദിൻ്റെ സ്ഥാനം ഇത് വെളിവാവണം കേട്ടോ. സുജൂദിൽ വന്നു അവൻ്റെ സുജൂദിൽ പറയേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 വട്ടമാണ് നമ്മൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയേണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം? പരമോന്നതനായ അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, അതോടൊപ്പം തന്നെ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് നമ്മൾ സുജൂദിൽ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. നമ്മൾ സുജൂദിലാണുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്കാണ്. അല്ലാഹു അക്ബർ. സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. ഇവിടെ നമ്മൾ പറയേണ്ട അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്. അത് വല്ലാത്ത
ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് അറിയോ? റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യം. പിന്നെ കൈവെക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ വെക്കേണ്ടത്, ഇങ്ങനെയല്ല, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. അതും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം. റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ദുആ, 7 കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എന്തൊക്കെയാ? അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, എന്നോട് നീ കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ പോരായ്മകളെല്ലാം നീ പരിഹരിച്ചു തരണേ അല്ലാ, എൻ്റെ പദവികൾ നീ ഉയർത്തി തരണേ അല്ലാ, എനിക്ക് നീ നല്ല ആഹാരം, ഹലാലായ ഭക്ഷണം തരണേ അല്ലാ. വല്ലാത്തൊരു ദുആയാണത്. ഇതൊക്കെ മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് ഇങ്ങനെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു തേട്ടമാണ്, അള്ളാഹുവിനോട് പറയുന്ന ഒരു തേട്ടമാണ്. നമ്മൾ ഈ നിസ്കാരത്തിൻ്റെ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഒക്കെ പറയുന്ന ദിക്റുകളും ദുആകളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്തായാലും അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആഹാരം, നമ്മുടെ കുടുംബം, അതൊക്കെ അള്ളാഹുവിനോട് എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു ദുആയാണ് ഈ നിസ്കാരം എന്നുള്ളത്. അതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോടെ, നല്ല ഇഖ്ലാസോടുകൂടി ഇതൊക്കെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആൾക്കാർ പറയും, ഉസ്താദേ, ഞങ്ങൾക്ക് ഇത്രയും നാൾ നിസ്കരിച്ചു, പക്ഷേ ഇതൊന്നും ഞങ്ങളങ്ങനെ പറയാറില്ല. വെറുതെ സുജൂദിൽ നിന്ന് ഞങ്ങൾ വന്നിരിക്കും, പിന്നെ ഒന്നും പറയില്ല, നേരെ അങ്ങോട്ട് സുജൂദിലേക്ക് പോകും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് പഠിച്ചെടുക്കൽ വഴിയുള്ളൂ. ഇതിന് പകരം വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ 7 കാര്യവും നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേപ്പറിലേക്ക് ഈ അറബി ദിക്റുകളും ദുആകളൊക്കെ എടുത്തിട്ട് പകലുള്ള സമയം, പറ്റുന്ന സമയമൊക്കെ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലാണുള്ളത്. ഇനി നമ്മൾ നേരെ 2ാമത്തെ സുജൂദിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നു, പിന്നെ നമ്മൾ 2ാമത്തെ സുജൂദ് അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മൾ കൈ നോക്കണേ, കൈ സ്ത്രീകൾ ചേർത്ത് വെക്കുക, പുരുഷന്മാരെ അകത്തി വെക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നു വീണ്ടും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. 3 വട്ടമാണ് പറയേണ്ടത്. അപ്പോൾ 2ാമത്തെ സുജൂദ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് നേരെ പോകുന്നതിന് പകരം ഒന്ന് ഇരുന്നിട്ട് പോവുക. ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, അതായത് 2ാമത്തെ സുജൂദ്, ആ 2ാമത്തെ സുജൂദിൽ നിന്നും നമ്മളൊന്ന് ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് ഒന്ന് ഇരിക്കുക. പിന്നെ നമ്മൾ 2ാമത്തെ റക്അത്തിലേക്ക് പോവുക. അല്ലാഹു അക്ബർ. കണ്ടോ? 2ാമത്തെ റക്അത്തിൽ നമ്മൾ പിന്നെ നേരെ ഫാത്തിഹയിലേക്കാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ വജ്ജഹത്ത് ഓതണ്ട. വജ്ജഹത്ത് എന്ന് പറഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന എന്നാണ് അർത്ഥം. അത് നമ്മളെവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ റക്അത്തിൽ മാത്രമാണ് കേട്ടോ. ഇനി ആദ്യത്തെ റക്അത്തിൽ നമ്മൾ മറന്നുപോയെങ്കിൽ പിന്നെ 2ാമത്തെ റക്അത്തിൽ ഓതേണ്ട കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ ആയില്ലേ? ഫാത്തിഹ മുഴുവനായും ഓതുക, അത് കഴിഞ്ഞ് അറിയാവുന്ന സൂറത്ത് ഓതുക. പിന്നെ നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോകുന്നു. പിന്നെ റുക്കൂഇൽ നിന്നും ഇഅ്തിദാലിലേക്ക് വരുന്നു. പിന്നെ 1ാമത്തെ സുജൂദ് ചെയ്യുന്നു. പിന്നെ 1ാമത്തെ സുജൂദിൽ നിന്നും ഇരിക്കുന്നു. പിന്നെ 2ാമത്തെ സുജൂദിൽ പോകുന്നു. പിന്നെ അത്തഹിയാത്തിൽ വരുന്നു. ഇനി നമ്മൾ അത്തഹിയാത്തിലേക്ക് പോവാണ് കേട്ടോ. അല്ലാഹു അക്ബർ. അത്തഹിയാത്തിൻ്റെ ഇരുത്തം എങ്ങനെയാണ്? ആദ്യത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് രൂപം ഇങ്ങനെയാണ്. അത്തഹിയാത്ത് ഓതുമ്പോഴും ഒക്കെ നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കുന്നത്. എന്നിട്ട് നമ്മൾ അത്തഹിയാത്ത് ഓതുന്നു. അപ്പോൾ കൈ ഇങ്ങനെ വെക്കുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ. ആ സമയത്താണ് നമ്മൾ കൈ ഉയർത്തേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ഈ വിരൽ ഇങ്ങനെ ചൂണ്ടാണി വിരൽ ചൂണ്ടിപ്പിടിക്കുക. അള്ളാഹു ഏകനാണ് എന്നറിയിക്കുന്ന ആ ഒരു രൂപമാണത്. ഇങ്ങനെയാണ് ചൂണ്ടേണ്ടത്. ചില ആൾക്കാർ ഇങ്ങനെ ഈ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു ഏകനാണെന്നുള്ളതിൽ ഈ ഒറ്റ വിരൽ മതിയാകും കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് അത്തഹിയാത്ത്. ഈ അത്തഹിയാത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാ ഉപചാരങ്ങളും, ബറക്കത്തുള്ള കാര്യങ്ങളും, നിസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും അല്ലാഹുവേ നിനക്കാകുന്നു. നബിയെ, അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, അല്ലാഹുവിൻ്റെ കരുണയും ഗുണവും സമൃദ്ധിയും ഞങ്ങൾക്കും ഉണ്ടാവട്ടെ, അല്ലാഹുവിൻ്റെ രക്ഷയും ഉണ്ടാവട്ടെ, അല്ലാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അല്ലാഹുവേ നിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനാരുമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്.
അപ്പോൾ അത്തഹിയാത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇത് നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇത്രയേ ഓതാറുള്ളൂ, അല്ലേ? ആദ്യത്തെ അത്തഹിയാത്ത് നമ്മൾ ഇത്രയാണ് ഓതുന്നത്. അതായത് 4 റക്അത്തുള്ള നിസ്കാരം, ളുഹർ, അസ്ർ, ഇശ, പിന്നെ അതുപോലെ തന്നെ 3 റക്അത്തുള്ള മഗ്രിബ് നിസ്കാരം. ഈ നിസ്കാരങ്ങളിൽ നമ്മൾ 2ാമത്തെ റക്അത്തിലാണ് ആദ്യത്തെ അത്തഹിയാത്ത് ഇരിക്കുന്നത്. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതിയില്ലേ, ഇത്രയാണ് ഓതേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ 3ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ 3ാമത്തെ റക്അത്തിലേക്ക് പോവുക, ഫാത്തിഹ ഓതുക. പിന്നെ സൂറത്ത് അവിടെ 3ാമത്തെ റക്അത്തിലില്ല, 4ാമത്തെ റക്അത്തിലും സൂറത്തില്ല. പിന്നെ നമ്മൾ 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് വന്നു, പിന്നെ നമ്മൾ 4ാമത്തെ റക്അത്തിലേക്ക് പോയി. അങ്ങനെയാണ് 4 റക്അത്തുള്ള നിസ്കാരം. അതൊക്കെ അറിയാമല്ലോ, ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. കാരണം വിശാലമായി നമ്മൾ പറഞ്ഞാൽ വീഡിയോ ഒന്നും നിൽക്കില്ല, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മൾ നിസ്കാരത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ്. അതായത് അവസാന ഘട്ടം. അവസാന ഘട്ടത്തിൽ നമ്മൾ അത്തഹിയാത്തിലിരിക്കുന്നു, അത്തഹിയാത്ത് പറയുന്നു, സ്വലാത്ത് പറയുന്നു, പിന്നെ അതിനുശേഷമുള്ള ദുആ പറയുന്നു. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കിടക്കാം. സുബഹി നമസ്കാരം നമുക്ക് എത്ര റക്അത്താണ്? 2 റക്അത്താണ്. സുബഹി നമസ്കാരത്തിൻ്റെ അത്തഹിയാത്തിലും അതുപോലെ ദുഹർ, അസർ, ഇശ, മഗ്രിബ് അതിൻ്റെയൊക്കെ അവസാനത്തെ അത്തഹിയാത്തിലും നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അത്തഹിയാത്തിൻ്റെ ഇരുത്തം എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുക. ചിലക്കാർ ഇത് ഇങ്ങനെയൊക്കെ പോകും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്ത് ഓതി നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞല്ലോ. ഇനി നമ്മൾ ഓതേണ്ടത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അത് നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതാണ് എന്ത്? ഇബ്രാഹിമിയ സ്വലാത്ത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ അല്ലാ. മഹാനായ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ അല്ലാഹുവേ, തീർച്ചയായും നീ പ്രകീർത്തനത്തിന് അർഹനാണ്, നീ ഉന്നതമായ പദവി ഉള്ളവനുമാൻ. ഇനി നമ്മൾ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം നമ്മൾ ഒരു ദുആ പറയുന്നുണ്ട്. വളരെയധികം അർത്ഥഗംഭീരമായ, ദുന്യാവും ആഖിറവും എല്ലാം നമ്മൾ ചോദിക്കുന്ന ഒരു ദുആയാണ് ഈ അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ചോദിക്കുന്ന ദുആ. ആ ഒരു ദുആയും അർത്ഥം ഒന്ന് കേട്ടാലോ? എന്താണ് ആ ദുആ? اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഇതാണ് ആ ദുആ. ഈ ദുആന്റെ അർത്ഥം എന്താണെന്ന് കേട്ടോ? അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും പിന്നീട് ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാ. രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായ മുഴുവൻ പാപങ്ങളും നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ, അവയെപ്പറ്റി എന്നേക്കാൾ നന്നായി അറിയുന്നവൻ നീയാണ് അല്ലാ. നീയാണ് മുന്തിക്കുന്നവൻ, നീ തന്നെയാണ് പിന്തിക്കുന്നവൻ, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ തരണയല്ലാ. നരകശിക്ഷയിൽ നിന്നും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഫിത്നകളിൽ നിന്നും മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഇതാണ് ഈ അവസാനത്തെ ദുആഇൻ്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അത്തഹിയാത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. എന്നിട്ട് ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തണം. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തിയാൽ പിന്നെ നമ്മൾ ബാക്കിയെല്ലാം ഓതേണ്ടത്, പിന്നെ അത്തഹിയാത്ത് പൂർത്തിയാക്കേണ്ടതും പിന്നെ സ്വലാത്ത് പറയേണ്ടതും പിന്നെ അവസാനം നമ്മൾ ദുആ പറയുന്ന അതൊക്കെ നമ്മൾ ഈ ചൂണ്ടുവിരലിലേക്ക് നോക്കിയിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം പറയേണ്ടതെന്നാണ്. അതാണ് അതിൻ്റെ രൂപം. ഇനി നമ്മൾ സലാം വീട്ടലാണ്. എങ്ങനെയാണ് സലാം വീട്ടുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇങ്ങനെയാണ് സലാം വീട്ടേണ്ടത്. നമ്മളെ പല ആൾക്കാരും
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഒരു എന്താ പറയുക റായും ന്യായൊക്കെ വരുന്നു, അതിൻ്റെ ആവശ്യമില്ല. പിന്നെയോ നമ്മൾ സലാം വീട്ടുമ്പോൾ എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അങ്ങനെയല്ല. അസ്സലാമു അലൈക്കും, ആ കും ഉണ്ടല്ലോ, ആ കും വന്നിട്ട് പിന്നെ തിരിയണമെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എന്നിട്ട് പിന്നെ തല ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഇവിടെ നിന്നാണ് പിന്നെ തുടങ്ങേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ഈ കവിളുണ്ടല്ലോ, ഈ കവിള് പുറകിൽ നിൽക്കുന്ന ആൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ലെങ്ത്തിലേക്ക് അങ്ങനെ നമ്മൾ തിരിയണം കേട്ടോ. അല്ലാതെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞാൽ പോരെ, ഇങ്ങനെ തിരിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതാണ് നിസ്കാരം. നിസ്കാരത്തിൻ്റെ മൊത്തത്തിലെ രൂപം ചുരുക്കി പറഞ്ഞതാണ്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്ന ദിക്റുകൾ, അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് 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 3 വട്ടം പറയുക. പിന്നെ അല്ലാഹുമ്മ അന്തസ്സലാമ മിങ്കസ്സലാമ ഇലൈക അർജുസ്സലാം, ആ ദുആ അറിയാം. പിന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത, ആ ഒരു ദുആയൊക്കെ ഉണ്ടല്ലോ, അത് പറയുക. പിന്നെ ആയത്തുൽ കുർസി ഓതി നമ്മുടെ നെഞ്ച് തൂതുക. പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അത് 33 പ്രാവശ്യം പറയുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ ഒരു ദുആ, ആ ഒരു ദിക്ർ 1 വട്ടം പറയുക. പിന്നെ അത് കഴിഞ്ഞ് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 പ്രാവശ്യം പറയുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ദ്വാരക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ദിക്ർ ഔറാദുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യാം. ഇതാണ് നിസ്കാരം. വീഡിയോ അവസാനിക്കും മുമ്പ് ഓരോ വക്കത്ത് നിസ്കാരങ്ങളിലെയും നെയ്യത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് കൂടി നമുക്ക് ഉസ്താദിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഉസ്താദ് പ്രാക്ടിക്കലായി കാണിച്ചെന്നത് ളുഹർ നിസ്കാരമാണല്ലോ. എന്നാൽ അസർ, മഗ്രിബ്, ഇഷ, സുബഹി തുടങ്ങിയ നമസ്കാരങ്ങളുടെ നെയ്യത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി നമുക്ക് ഉസ്താദിൽ നിന്ന് പഠിച്ചെടുക്കാം. ഓരോ നിസ്കാരത്തിൻ്റെയും നെയ്യത്തിൽ ഏത് നിസ്കാരമാണോ അതുപോലെ ആ നിസ്കാരത്തിൻ്റെ റക്അത്ത് എത്രയാണോ ഇത് രണ്ടും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ എങ്ങനെയാ നിയത്ത് വെച്ചത്? ഉസല്ലി ഫർള ളുഹ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, അങ്ങനെയാണല്ലോ നമ്മൾ നിയത്ത് വെച്ചത്. ഇനി നമ്മളത് അസ്ർ നിസ്കാരമാണെങ്കിൽ അറബിയിൽ എങ്ങനെ നിയത്ത് വെക്കണം? ഉസല്ലി ഫർളൽ അസ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അതായത് അതിന്റെ അർത്ഥം 4 റക്അഅത്ത് അസ്ർ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് അതിന്റെ അർത്ഥം. ഇനിയിപ്പോൾ മഗ്രിബ് നിസ്കാരമാണെങ്കിൽ ഉസല്ലി ഫർളൽ മഗ്രിബി 3 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 3 റക്അഅത്തിൻ 3 റക്അഅത്ത് മഗ്രിബ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അതാണ് അർത്ഥം. ഇനി ഇശാ നമസ്കാരമാണെങ്കിൽ ഉസല്ലി ഫർളൽ ഇശാഇ 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് നിയത്ത് വെക്കണം. ഇനി സുബ്ഹി നിസ്കാരമാണെങ്കിൽ 2 റക്അഅത്താണല്ലോ സുബ്ഹി നിസ്കാരം. അപ്പോൾ എങ്ങനെയാണ്? ഉസല്ലി ഫർള സുബ്ഹി റക്അഅത്തൈനി എന്നാണ്. 2 റക്അഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 2 റക്അഅത്ത് സുബ്ഹി നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ഞാൻ നിസ്കരിക്കുന്നു, അതാണ് നിയത്ത്. അപ്പോൾ നിയത്തുകളിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റക്അഅത്തുകളുടെ എണ്ണം അതുപോലെ ഏത് നിസ്കാരമാണോ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരും ഓരോ നിസ്കാരത്തിനും, അതാണ് അതിന്റെ പ്രത്യേകത. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ, അതായത് ഒന്ന്, നിസ്കാരത്തിന്റെ എല്ലാ സമയത്തും അനക്കമടങ്ങൽ നമുക്ക് വേണം. അനക്കമടങ്ങണം, അതായത് ഇപ്പോൾ റുക്കൂഇൽ അനക്കമടങ്ങണം, സുജൂദിൽ അനക്കമടങ്ങണം. അതായത് ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ആ ഒരു സമയമെങ്കിലും നമ്മൾ അനങ്ങാതെ നിൽക്കണമെന്നാണ്. ചില ആൾക്കാർ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നിസ്കരിച്ചു പോകും, അങ്ങനെ ആവരുത്. അനക്കമടങ്ങി വേണം നമ്മൾ നിസ്കരിക്കാൻ. അത് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക, അല്ലെ? നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നവർ നിന്ന് തന്നെ നിസ്കരിക്കുക. ചെറിയ കാലുവേദനയും കൈവേദനയൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്, അങ്ങനെയല്ല. നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെ നിസ്കരിക്കുക. ഈ ഉമ്മമാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത്, ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ അത് വിഷയം വരുന്നില്ല, പക്ഷെ ഉമ്മമാർ വീട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ മുസല്ലയൊക്കെ ഇട്ടല്ലേ നിസ്കരിക്കും, മുസല്ല പായൊക്കെ. അപ്പോൾ നിസ്കാരം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ആ മുസല്ല മടക്കി വെക്കും, പിന്നെ അടുത്ത നിസ്കാരത്തിന് മുസല്ല വിരിക്കും. അപ്പോൾ ഓരോ നിസ്കാരത്തിനും നിങ്ങൾ മുസല്ല വിരിച്ച് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ പായ വിരിച്ച് നിസ്കരിക്കുമ്പോൾ കറക്റ്റ് കിബിലയിലേക്കാണ് എന്നുള്ള ഒരു ബോധ്യം വേണം.
പലരും ചിലപ്പോൾ ലുഹറിന് ഇങ്ങനെയാണ് ഇട്ടെങ്കിൽ അസറിന് ചിലപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ആയിരിക്കും, മഗ്‌രിബിന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. കറക്റ്റ് കിബില നമ്മൾ ഇപ്പോൾ കിബില നോക്കി യന്ത്രങ്ങളുണ്ട്, വേണ്ട നമ്മുടെ മൊബൈലിൽ തന്നെ കിബില നോക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അപ്പോൾ അത് മക്കളോ പേരക്കുട്ടികളൊക്കെ വരുമ്പോൾ അത് നോക്കി കൃത്യമായി ആ രൂപം മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ മുസല്ല ഇട്ട് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കിബില തെറ്റിയാൽ പിന്നെ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് കിബില കൃത്യമായി മനസ്സിലാക്കി അങ്ങോട്ട് തന്നെ നമ്മൾ പായ വിരിച്ച് മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിബില വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് അല്പം വടക്കോട്ട് ചരിഞ്ഞാണ് നമ്മൾ കിബില ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൽ തർത്തീബ് ഉണ്ടാവുക എന്നതാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യണം. അതായത് വഴിക്ക് വഴിയായി ചെയ്യുക. സുജൂദ് ചെയ്തിട്ടല്ല റുക്കൂഅ് ചെയ്യേണ്ടത്, ഇഅ്തിദാലിന് മുമ്പല്ല സുജൂദ് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ തർത്തീബായി ചെയ്യുക. ഇത് നിസ്കാരത്തിൻ്റെ ഫർളാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ ഏകദേശം വിശദീകരിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കലാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാം. ചില ആൾക്കാർ അൽഹംദുലില്ലാഹ് ഉസ്താദ് നിങ്ങൾ നിസ്കാരത്തിൻ്റെ രൂപം ഒന്ന് കാണിച്ചു തന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞങ്ങൾക്ക് അറിയില്ലാത്ത, ഞങ്ങൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഈ നിസ്കാരത്തിലൂടെ ഞങ്ങൾക്ക് പ്രാക്ടിക്കലായി കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അൽഹംദുലില്ലാഹ് എല്ലാം ഖൈറാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ബാഹ്യമായ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ആന്തരികമായ ഒരു രൂപമുണ്ട്. നല്ല ഇഖ്ലാസ് വേണം. ബാഹ്യമായി ഇപ്പോൾ കച്ചവടത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, പിന്നെ അയാൾ തരാനുള്ള പൈസ, ഇയാൾ തരാനുള്ള പൈസ, അങ്ങനെ പല പല ചിന്തകൾ വരിക. അതിനാണ് ഈ ഇഖ്ലാസ് കുറവ് എന്ന് പറയുക. അതൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെ നമ്മൾ കൈ കെട്ടുമ്പോൾ എങ്ങനെയാണ് അല്ലാഹു അക്ബർ അല്ലേ, ദുനിയാവ് മുഴുവനും എൻ്റെ പുറകിലേക്ക് പോട്ടെ, അല്ലാഹ് മാത്രം എനിക്ക് മതി. അതാണ് ആ കൈ കെട്ടുന്നതിൻ്റെ ആ ഒരു പൊരുളതാണ്. അതായത് ദുനിയാവ് മുഴുവനും പുറകിലേക്ക്, എനിക്ക് അല്ലാഹ് മാത്രം മതി, അല്ലാഹ്. അത് അല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അതാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി കൈകെട്ടുന്നതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന ആ നിസ്കാരം അല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹ് എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ആ നല്ല ഇഖ്ലാസ്, നല്ല ചിന്തയോടുകൂടി നമുക്ക് നിസ്കരിക്കാൻ പറ്റണം. അങ്ങനെ നിസ്കരിക്കാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ വുദു എടുക്കുമ്പോൾ നല്ല രൂപത്തിൽ വുദു എടുക്കുക. അപ്പം തന്നെ നമ്മുടെ പകുതി നിസ്കാരത്തിൻ്റെ മോശപ്പെട്ട ചിന്തകളൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ മനസ്സിലായി. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞ എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കേട്ട നിങ്ങൾക്കും അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയും ഒരുപാട് പേർക്ക് ഉസ്താദ് അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണോ, അങ്ങനെയാണെന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടാകും. അതൊക്കെ സംശയമുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൻ്റേതായ ഉത്തരങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്കത് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. സാധാരണ ഉള്ള വീഡിയോയേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ വീഡിയോക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വീഡിയോ അല്ലേ. നിസ്കാരം നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. ആണിനും പെണ്ണിനും, ചെറിയ ആൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും നിർബന്ധമല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ അയച്ചു കൊടുത്ത മെസ്സേജുകളിലും ഇത്രയും നാൾ നിങ്ങൾ അയച്ചു കൊടുത്ത വീഡിയോകളിൽ വെച്ച് ഏറ്റവും പവറുള്ള, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇത് നിസ്കാരത്തെ പറ്റി പ്രാക്ടിക്കലായി നമ്മൾ കാണിക്കുന്ന, പഠിക്കുന്ന ക്ലാസ്സാണ്, വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അതിന് വലിയ കൂലിയാണ് കിട്ടുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴേക്ക് ഒരുപാട് ദുആവസിയത്തൊക്കെ പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഇഖ്ലാസോടെ തഖ്വയോടുകൂടി നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോയിലൂടെ പ്രാക്ടിക്കലായി നമ്മൾ കണ്ടുപഠിക്കുന്നത് ഒളു എങ്ങനെ കൃത്യമായി ചെയ്യാം എന്നതാണ്. വീഡിയോ അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.